ഹായ്, നമസ്കാരം. ഏവർക്കും ജുവൽ ടെക് ജംഗ്ഷനിലേക്ക് സ്വാഗതം. ഞാൻ ഹരി പരവൂർ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ഇൻഫർമേറ്റീവ് വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഈ ഡിജിറ്റൽ യുഗത്തിൽ കമ്പ്യൂട്ടറും മൊബൈലും ഇൻ്റർനെറ്റും ഒന്നും ഇല്ലാത്ത ഒരു ദിവസത്തെ പറ്റി നമുക്ക് ചിന്തിക്കാനേ സാധിക്കില്ല. നാം എല്ലാം അത്രത്തോളം അതിന് അടിമപ്പെട്ട് കഴിഞ്ഞു. ഇക്കാലത്ത് ഏത് മേഖലയെപ്പറ്റി അറിവ് നേടുന്നതിനും നാം ഗൂഗിളിനെയാണ് ആശ്രയിക്കാറ്. നമുക്ക് വേണ്ടുന്ന എല്ലാ വിവരങ്ങളും അത് കൃത്യമായി നൽകുകയും ചെയ്യും. എന്നാൽ ഗൂഗിൾ സെർച്ചിന് കുറച്ച് പോരായ്മകളുണ്ട്. നാം എന്തെങ്കിലും ഒരു വിഷയത്തെപ്പറ്റി അതിൽ സെർച്ച് ചെയ്താൽ ആ വിഷയം ഉൾപ്പെടുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് സൈറ്റുകളുടെ അഡ്രസ്സുകൾ നമുക്ക് അത് ലഭ്യമാക്കുന്നു. ആ സൈറ്റുകളിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള വിവരങ്ങൾ നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. നമ്മുടെ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഇത് വളരെയധികം സമയനഷ്ടത്തിന് കാരണമാകുന്നു. ഗൂഗിളിൻ്റെ ഇത്തരം പരിമിതികൾക്ക് ഒരു സൊല്യൂഷൻ എന്ന നിലയിലാണ് 2022 നവംബർ 30 ChatGPT ആപ്ലിക്കേഷൻ നിലവിൽ വന്നത്. അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഓപ്പൺ AI എന്ന കമ്പനിയാണ് ChatGPTയുടെ ഉപജ്ഞാതാക്കൾ. ചാറ്റ് ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. മനുഷ്യരെ പോലെ വിവിധ വിഷയങ്ങളിൽ സംഭാഷണങ്ങളിൽ ഏർപ്പെടാനും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും വിശദീകരണങ്ങൾ നൽകാനും മറ്റും ഇതിന് കഴിയും. ChatGPTയെ പറ്റി അത്യാവശ്യം വേണ്ട വിവരങ്ങളെല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 20 മിനിറ്റോളം വരുന്ന ഈ വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോയിൽ ഉൾപ്പെടെ ഞാൻ നിർമ്മിക്കുന്ന മിക്ക വീഡിയോകളിലും ഉപയോഗിക്കുന്ന സംഭാഷണങ്ങൾ ChatGPT അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടിയാണ് കളക്ട് ചെയ്യാറുള്ളത്. നിങ്ങളുടെ ആവശ്യത്തിനും വിദ്യാഭ്യാസപരമോ ജോലിപരമോ മറ്റെന്ത് ആവശ്യത്തിനായാലും ഏത് വിഷയത്തെക്കുറിച്ചുള്ള ഡേറ്റകളും ChatGPTയിൽ നിന്നും ആർക്കും കരസ്ഥമാക്കാവുന്നതാണ്. എല്ലാവരും അതിനായി ശ്രമിക്കുക. ഗൂഗിളും ChatGPTയും അവയുടെ ഉദ്ദേശം, കഴിവുകൾ, അടിസ്ഥാന സാങ്കേതിക വിദ്യകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനപരമായി വ്യത്യസ്തമാണ്. ChatGPTയുടെ പ്രാഥമിക ലക്ഷ്യം സ്വാഭാവിക ഭാഷാ സംഭാഷണത്തിൽ ഏർപ്പെടുക, മനുഷ്യരെ പോലെ സംഭാഷണ തുടർച്ച മനസ്സിലാക്കി പ്രതികരിക്കുക തുടങ്ങിയവയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ChatGPT ട്രാൻസ്ഫോമറുകൾ എന്നറിയപ്പെടുന്ന ആഴത്തിലുള്ള പഠന ആർക്കിടെക്ചറിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾ, അധ്യാപകർ, ഗവേഷകർ, പ്രൊഫഷണലുകൾ തുടങ്ങി ഏത് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ഫലപ്രദമായി ഉപയോഗിക്കാവുന്ന ഒരു ആപ്ലിക്കേഷനാണ് ChatGPT. നമ്മൾ നൽകുന്ന ഇൻപുട്ടിനനുസരിച്ച് ഞൊടിയിടയിൽ ഉത്തരം തരാനുള്ള ഇതിൻ്റെ കഴിവ് അത്ഭുതാവഹം തന്നെയാണ്. ഒരു സെർച്ച് എഞ്ചിനിൽ നിന്നും നമുക്ക് ChatGPTയെ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഏതൊരാൾക്കും സൗജന്യമായി ഇതിലേക്ക് സൈനപ്പ് ചെയ്യുകയും ഉപയോഗിക്കുകയും ചെയ്യാവുന്നതാണ്. നമ്മൾ സാധാരണ ഗൂഗിളിൽ എന്തെങ്കിലും വിഷയം സെർച്ച് ചെയ്യുന്നത് പോലെ ChatGPTയിലേക്ക് നമുക്ക് ആവശ്യമായ വിഷയങ്ങൾ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്ന ഒരു സെർച്ച് സ്പേസ് ഉണ്ടാകും. അവിടെ നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ അതിനനുസരിച്ചുള്ള ഉത്തരങ്ങൾ ChatGPT നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് നൽകുന്നതാണ്. ഈ ഇൻപുട്ട് ചെയ്യുന്ന പ്രക്രിയയ്ക്ക് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ എന്ത് വിവരങ്ങൾ ഇതിലേക്ക് എൻ്റർ ചെയ്യുന്നു അതിനാനുപാതികമായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ടും. അതുകൊണ്ട് തന്നെ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. മനുഷ്യരെ പോലെ കഥകളും കവിതകളും രചിക്കാനും വൈവിധ്യമാർന്ന ശൈലിയിലും ടോണുകളിലും വാചകങ്ങൾ സൃഷ്ടിക്കാനും ChatGPTക്ക് കഴിയും. ChatGPTയും ഗൂഗിളും വ്യത്യസ്തമായ ഉദ്ദേശങ്ങൾ നിറവേറ്റുന്നു. അതിനാൽ ഇത് മറ്റൊന്നിന് പകരമാകില്ല. 2023 ജനുവരി ആയപ്പോഴേക്കും ചരിത്രത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഉപഭോക്തൃ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനായി ഇത് മാറി. 100 ദശലക്ഷത്തിലധികം ഉപയോക്താക്കളെ നേടുകയും ഓപ്പൺ AIയുടെ മൂല്യനിർണ്ണയം $29 ബില്യൺ ഉയർത്തുകയും ചെയ്തു. ChatGPTയോട് മത്സരിക്കാൻ ഓപ്പൺ AIയുടെ GPT-4 അടിസ്ഥാനമാക്കി മൈക്രോസോഫ്റ്റ് കോപൈലറ്റ് അഥവാ ബിങ് എന്ന ചാറ്റ് റോബോട്ട് ആരംഭിച്ചു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിൽ ദ്രുതഗതിയിൽ ഉള്ളതും അഭൂതപൂർവവുമായ വികസനത്തിന് ChatGPT കാരണമായി. എന്നാൽ തുടക്കമെന്ന നിലയിൽ കുറച്ച് പരിമിതികളും ChatGPTക്കുണ്ട്. അതായത് ChatGPT നമുക്ക് തുറക്കണമെങ്കിൽ
ഒരു ബ്രൗസർ കൂടിയേ തീരൂ. അതുപോലെ തന്നെ ഇതൊരു ടെക്സ്റ്റ് അടിസ്ഥാനമാക്കി ഉത്തരങ്ങൾ നൽകുന്ന ടൂളായതിനാൽ ഇതിന് ഇമേജുകൾ നിർമ്മിക്കാനുള്ള കഴിവ് തൽക്കാലത്തേക്കില്ല. ChatGPTയും ഗൂഗിൾ സെർച്ചും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ നമുക്ക് ചില ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കാം. ഇവിടെ ഗൂഗിളിൻ്റെ കാര്യത്തിൽ നമുക്ക് ഏതെങ്കിലും ഒരു വിഷയത്തെപ്പറ്റി അറിവ് നേടണമെങ്കിൽ ഗൂഗിൾ സെർച്ചിൽ നമുക്ക് ആ വിഷയം ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ ആ വിഷയം ഉൾപ്പെടുന്ന ആയിരക്കണക്കിന് സൈറ്റുകളുടെ അഡ്രസ്സുകൾ നമ്മുടെ മുന്നിൽ തെളിയും. ഈ സൈറ്റുകളിൽ ഓരോന്നായി സന്ദർശിക്കുകയും അവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഡേറ്റകൾ സെലക്ട് ചെയ്ത് എടുക്കുകയും വേണം. നേരെ മറിച്ച് ChatGPT എന്ന ഈ ഒരു ടൂളിൽ നമ്മൾ എന്താണ് തിരയുന്നത് ആ ഒരു പർട്ടിക്കുലർ കണ്ടന്റ് അല്ലെങ്കിൽ പ്രോംപ്റ്റ് അതിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വിഷയത്തെ പറ്റിയുള്ള പൂർണ്ണമായ വിവരങ്ങൾ നമുക്ക് ഒറ്റ ക്ലിക്കിലൂടെ തന്നെ ലഭിക്കുന്നു എന്നതാണ് ഗൂഗിളും ChatGPTയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ഗൂഗിളിൻ്റെ കേസിലാണെങ്കിൽ പല സൈറ്റുകളിൽ നിന്നായി നമ്മൾ തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ ChatGPTയിൽ കൊടുക്കുന്ന ഡീറ്റെയിലിൻ്റെ കറക്റ്റായിട്ടുള്ള അല്ലെങ്കിൽ ആക്യുറേറ്റ് ആയിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നു. ഉദാഹരണത്തിന് റൈറ്റ് ആൻ എസ്സേ ഓൺ ഇന്ത്യൻ റെയിൽവേ എന്ന് ഞാൻ സെർച്ച് ചെയ്താൽ ഗൂഗിളിൽ ഇന്ത്യൻ റെയിൽവേയുടെ വിവരങ്ങൾ ഉൾപ്പെടുന്ന പല സൈറ്റുകൾ നമുക്കായി ഓപ്പണായി വരും. നേരെ മറിച്ച് ChatGPTയിൽ ഇന്ത്യൻ റെയിൽവേയെ പറ്റിയുള്ള വിശദമായ വിവരങ്ങൾ നമുക്കായി ChatGPT അവതരിപ്പിക്കുന്നു. ഞാനിവിടെ റൈറ്റ് ആൻ എസ്സേ ഓൺ ഇന്ത്യൻ റെയിൽവേ എന്ന് മാത്രമാണ് കൊടുത്തത്. ChatGPT ഓട്ടോമാറ്റിക്കലായി ആ ഒരു വിഷയത്തിനൊരു ഹെഡിങ് അവിടെ നൽകുകയും അതിന് പാർട്ടായി നമുക്ക് ആവശ്യമുള്ള ഇൻട്രൊഡക്ഷൻ, ഹിസ്റ്റോറിക്കൽ ഇവാലുവേഷൻ തുടങ്ങി വിവിധ പാരഗ്രാഫുകളായി തിരിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ മാത്രമല്ല അതിൻ്റെ കൺക്ലൂഷൻ ഉൾപ്പെടെ ഉള്ള പാരഗ്രാഫുകൾ നമുക്കായി നിർമ്മിച്ചു നൽകുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി അടുത്ത ഒരു സെർച്ചിൽ ഞാനിവിടെ ChatGPTയിൽ ബെസ്റ്റ് 10 ടൂറിസ്റ്റ് ലൊക്കേഷൻസ് ഇൻ ഇന്ത്യ എന്ന് സെർച്ച് ചെയ്യുന്നു. ഉടൻ തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്കായി തരുന്നു. ഞാനിവിടെ കൊടുത്തത് 10 ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ ലിസ്റ്റാണ് ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആ സീനിയോറിറ്റി ക്രമത്തിൽ ഏതാണ് കൂടുതൽ പ്രാധാന്യമുള്ളത് ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ ഉൾപ്പെടെ 1 മുതൽ 10 വരെയുള്ള ആ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ ലിസ്റ്റ് നമുക്കായി ChatGPT ഇവിടെ ക്രിയേറ്റ് ചെയ്ത് തരുന്നു. അതുപോലെ തന്നെ ഞാൻ ഇനി അടുത്ത ലൈനിൽ കൊടുക്കുന്നത് ബെസ്റ്റ് 10 ഇൻ കേരള. ഞാൻ ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെ കാര്യമേ പറയുന്നില്ല, ഞങ്ങളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ടൂറിസ്റ്റ് കേന്ദ്രത്തെക്കുറിച്ച് ആയതുകൊണ്ട് അടുത്ത പ്രോംപ്റ്റിൽ ഞാൻ ബെസ്റ്റ് 10 ഇൻ കേരള എന്ന് മാത്രം കൊടുക്കുമ്പോൾ കേരളത്തിലുള്ള 10 പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ ലിസ്റ്റ് നമുക്കിവിടെ തരുന്നു. ഇതാണ് സംഭാഷണ തുടർച്ച മനസ്സിലാക്കാനുള്ള ഇതിൻ്റെ ഇൻ്റലിജൻറ്റ് അല്ലെങ്കിൽ ബുദ്ധിശക്തി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രോംപ്റ്റിൽ ഞാൻ ബെസ്റ്റ് 10 പിൽഗ്രിം സെൻറ്റേഴ്സ് ഇൻ കേരള എന്ന് കൊടുക്കുന്നു. എന്താണ് റിസൾട്ട് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട 10 പിൽഗ്രിം സെൻറ്റേഴ്സിൻ്റെ ലിസ്റ്റ് ഇവിടെ വന്നു. ഒന്നാമതായി ശബരിമല, രണ്ടാമത് ഗുരുവായൂർ, അങ്ങനെ തുടങ്ങി സീനിയോറിറ്റി ക്രമത്തിൽ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട 10 ആരാധനാലയങ്ങളുടെ ലിസ്റ്റുകൾ ഞൊടിയുടെക്കുള്ളിൽ തന്നെ ChatGPT നമുക്കായി ഇവിടെ നൽകുകയും ചെയ്തു. അതുപോലെ തന്നെ ഞാനിവിടെ മാറുന്നു മുസ്ലിം സെൻറ്റേഴ്സ് എന്ന് മാത്രം കൊടുക്കുന്നു. ഇവിടെ ആരാധനാലയങ്ങളെ കാര്യങ്ങൾ പറയുന്നില്ല, കാരണം നമ്മൾ ആ ഒരു വിഷയത്തെപ്പറ്റി സംസാരിച്ചുകൊണ്ട് വരുന്നതുകൊണ്ട് മുസ്ലിം സെൻറ്റേഴ്സ് എന്ന് മാത്രം കൊടുത്താൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഇത് മനസ്സിലാവും നമ്മൾ ആരാധനാലയങ്ങളുടെ കാര്യമാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട 10 മുസ്ലിം ആരാധനാലയങ്ങളുടെ ആ സീനിയോറിറ്റി ക്രമത്തിൽ 1 മുതൽ 10 വരെയുള്ള ആ ലിസ്റ്റ് നമുക്കായി ഇവിടെ നൽകുന്നു. ഇനി അടുത്തത് ഞാനിവിടെ ക്രിസ്ത്യൻ എന്ന് മാത്രം കൊടുക്കുന്നു. അങ്ങനെ കൊടുത്താലും നമുക്ക് എന്താണ് നമ്മൾ എന്തിനെ പറ്റിയാണ് സംസാരിച്ചിട്ടിരിക്കുന്നത് ആ ഒരു വിഷയത്തിൽ ക്രിസ്ത്യൻ എന്ന് മാത്രം ഞാനിവിടെ മെൻഷൻ ചെയ്തപ്പോൾ കേരളത്തിലുള്ള 10 ക്രിസ്ത്യൻ ദേവാലയങ്ങളുടെ പ്രധാനപ്പെട്ട 10 ക്രിസ്ത്യൻ ദേവാലയങ്ങളുടെ സീനിയോറിറ്റി ബേസിലുള്ള ലിസ്റ്റാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതാണ് ഗൂഗിൾ സെർച്ചും ChatGPTയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. നമ്മൾ എന്ത് കൊടുക്കുന്നു അതിനെപ്പറ്റിയുള്ള അത് അരച്ച് കലക്കി അതിനെന്താണ് നമുക്ക് റിസൾട്ട് തരേണ്ടത് ആ ഒരു റിസൾട്ട് മാത്രം നമുക്ക് തരുന്നു. ഇത് നമ്മളുടെ വിലയേറിയ സമയം ലാഭിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. ഇനി അടുത്തൊരു പ്രോംപ്റ്റിൽ ഞാൻ വിദ്യാർത്ഥികൾക്കായി ഇവിടെ ബെസ്റ്റ് 10 ബ്രാഞ്ചസ് ഇൻ എഞ്ചിനീയറിംഗ് എന്നൊരു പ്രോംപ്റ്റ് കൊടുക്കുന്നു. എന്താണ് റിസൾട്ട് വരുന്നതെന്ന് നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അതിനുള്ള റിസൾട്ട് ChatGPT ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി ആ സീനിയോറിറ്റി ബേസിൽ 10 ഞാനിവിടെ 10 മെൻഷൻ ചെയ്തുകൊണ്ട് ആ 10 സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ 10 ബ്രാഞ്ചുകളെ കുറിച്ചാണ് ഇവിടെ നമുക്ക് കാട്ടിത്തരുന്നത്. ഇനി വണ്ടികളെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രോംപ്റ്റ് കൊടുത്തു നോക്കാം. ഇവിടെ ഞാൻ ബെസ്റ്റ് ഫ്യൂവൽ ഇക്കണോമി കാർസ് ഇൻ ഇന്ത്യ എന്ന് കൊടുക്കുന്നു.
അതായത് കൂടുതൽ ഇന്ധനക്ഷമതയുള്ള കാറുകൾ 10, ഞാൻ 10 ബെസ്റ്റ് ഫ്യൂൽ ഇക്കണോമി എന്നും അവിടെ ഞാൻ 10 കൂടെ 10 കൂടെ ടൈപ്പ് ചെയ്യുന്നു. ഇന്ത്യയിൽ ഉള്ള 10 കാറുകളുടെ ലിസ്റ്റ് എനിക്ക് വേണമെന്നാണ് ഞാനിവിടെ കൊടുത്തത്. അപ്പോൾ അതിനൊരു ഡിസ്ക്രിപ്ഷൻ ഉൾപ്പെടെ 1 by 1 ആയിട്ട് 1 മുതൽ 10 വരെ മോസ്റ്റ് ഫ്യൂൽ എഫിഷ്യൻസി കാറുകളുടെ ലിസ്റ്റ് നമുക്കിവിടെ വളരെ പെട്ടെന്ന്, വളരെ ഞൊടിയുടെക്കുള്ളിൽ തന്നെ ChatGPT നമുക്കായി ഇവിടെ നിർമ്മിച്ച് നൽകിയിരിക്കുന്നു. ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു പ്രോംപ്റ്റ് കൊടുക്കാം. ഞാനിവിടെ റൈറ്റ് ആൻ എസ്സേ ഓൺ റഷ്യൻ റവല്യൂഷൻ എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ റഷ്യൻ റവല്യൂഷനെ പറ്റി ചരിത്ര വിദ്യാർത്ഥികൾക്ക് വേണ്ട ഇൻഫർമേഷനാണ്. റഷ്യൻ റവല്യൂഷനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ChatGPT ഇവിടെ ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പല പല പാർട്ടുകളായിട്ടായിട്ട് ആയിരിക്കും ഇതിൻ്റെ കൺക്ലൂഷൻ ഉൾപ്പെടെ നമുക്ക് തരുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ തുടർച്ച കുറച്ചുകൂടി ഡീറ്റെയിൽ എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനിവിടെ മെയിൻ റീസൺസ് ഫോർ ഇറ്റ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ പ്രധാന കാരണങ്ങൾ എന്താണ്, റഷ്യൻ റവല്യൂഷൻ ഉണ്ടാവാനുള്ള പ്രധാന കാരണങ്ങൾ, അതിനെപ്പറ്റിയാണ് ഇപ്പോൾ ChatGPTയിലൂടെ നമുക്ക് ഇവിടെ ലഭ്യമാവുന്നത്. അതുപോലെ വീണ്ടും കൂടുതൽ വിവരങ്ങൾ നമുക്ക് വേണം, ഒരു എസ്സേ ആയിട്ട് കൂടുതൽ വിവരങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. ഞാനിവിടെ പാർട്ട് ഓഫ് ഇന്ത്യ എന്ന് മാത്രം കൊടുത്തു. അപ്പോൾ ഇതിന് മനസ്സിലാവും റഷ്യൻ റവല്യൂഷനിൽ ഇന്ത്യക്ക് എന്തെങ്കിലും പാർട്ടുണ്ടോ, അതെന്താണെന്നുള്ള കാര്യങ്ങൾ അവിടെ നമുക്ക് വേണ്ടി ഡിസ്പ്ലേ ചെയ്യുന്നു. അതുപോലെ ഇതിന് ചില പരിമിതികളും കൂടിയുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ്, ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്, അതുകൊണ്ട് തന്നെ ഇതിന് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് തൽക്കാലം ഇല്ല. ഞാനിവിടെ അതിന് ഉദാഹരണമായിട്ട് വിച്ച് പാർട്ടി വിൽ വിൻ ഇൻ 2024 ഇന്ത്യൻ പാർലമെൻറ്റ് ഇലക്ഷൻ എന്ന് കൊടുക്കുന്നു. ഇത് ഒരു കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യനാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയാലും ChatGPT ആയാലും ഇത്തരം ക്വസ്റ്റ്യങ്ങൾ ഇതിന് കൂടുതൽ ആലോചിക്കേണ്ടി വരുന്നു. ഇപ്പോൾ ഇവിടെ ആലോചന നടക്കുകയാണ്, എന്താണ് പറയേണ്ടത്, എന്ത് ആൻസറാണ് നമുക്ക് നൽകേണ്ടത്. അതായത് 2024 പാർലമെൻറ്റ് ഇലക്ഷനിൽ ഏത് കക്ഷി വിജയിക്കും എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അത് ചിന്തിക്കുകയാണ്, അതിനെപ്പറ്റി ഇങ്ങനെ ഒരു റിസൾട്ട് തരാൻ പറ്റുമോ. ഇനി നോക്കാം ഇത് എന്ത് ആൻസർ, ഏത് പാർട്ടിയാണ് ഇവിടെ ജയിക്കുന്നത് എന്നുള്ള ആൻസർ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അത് വളരെ നേരത്തെ ചിന്തയ്ക്ക് ശേഷം ഒരു റിസൾട്ട് തന്നു. ആസ് ആൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഐ ഡോണ്ട് ഹാവ് ദി എബിലിറ്റി ടു പ്രെഡിക്റ്റ് ഫ്യൂച്ചർ ഈവൻറ്റ്സ് സച്ച് ആസ് ദി ഔട്ട്കം ഓഫ് ഇലക്ഷൻസ്, അങ്ങനെ തുടങ്ങി. ഇതിന് അത് പ്രവചിക്കാൻ സാധ്യമല്ല. നാട്ടിൽ അല്ലെങ്കിൽ ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് ഏത് പാർട്ടികളാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത്, ഏത് കാൻഡിഡേറ്റാണ് നന്നായി പെർഫോം ചെയ്യുന്നത്, അവർക്ക് വിജയമുണ്ടാവും എന്നാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലും ഇവിടെ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ഇലക്ഷനിൽ നമ്മൾ പാർട്ടിയോ അല്ലെങ്കിൽ ജാതി മതം ചിന്തകൾക്ക് അതീതമായി നല്ല കാൻഡിഡേറ്റുകളെ തിരഞ്ഞെടുക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. 2022 ChatGPTയുടെ വരവോടെ ലോകത്തിലെ മുൻനിര IT കമ്പനികളെല്ലാം ഇതിനെ കിടപിടിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ നിർമ്മിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അതേ തുടർന്ന് മൈക്രോസോഫ്റ്റ് ബിങ് എന്ന പേരിൽ ഒരു പുതിയ ആപ്ലിക്കേഷൻ കൊണ്ടുവന്നു. പിൽക്കാലത്ത് അത് കോപൈലറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതും നമുക്ക് ഒരു ബ്രൗസറിൽ ബിങ് അല്ലെങ്കിൽ കോപൈലറ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നമുക്ക് ആ സൈറ്റിലേക്ക് കടക്കുകയും അതുപോലെ തന്നെ സൈനപ്പ് ചെയ്ത് നമുക്ക് അതിനകത്ത് ഫ്രീ ആയിട്ട് തന്നെ ഈ ബിങ് അല്ലെങ്കിൽ കോപൈലറ്റ് ഉപയോഗിക്കുകയും ചെയ്യാം. ഇനി ഈ കോപൈലറ്റ് എന്താണ് പ്രത്യേകത? ChatGPTയെ അപേക്ഷിച്ച് ChatGPT എന്നത് ഒരു ടെക്സ്റ്റ് അധിഷ്ഠിതമായിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചാറ്റ് പ്രോഗ്രാമാണെങ്കിൽ ബിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോപൈലറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്തുകൂടി ഇമേജുകളും വീഡിയോകളും നിർമ്മിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്തതിന് ശേഷം ChatGPTയിലുള്ളതുപോലെ ഒരു പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്യുന്ന ഭാഗം ഇവിടെയുണ്ട്. ഞാനിവിടെ റൈറ്റ് ആൻ എസ്സേ ഓൺ ഇന്ത്യൻ റെയിൽവേസ് ഇൻ മലയാളം എന്ന് കൊടുക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രോംപ്റ്റ് ഇൻ മലയാളം. ഞാൻ മലയാളം ലാംഗ്വേജിലാണ് എനിക്ക് ഇതിൻ്റെ റിസൾട്ട് വേണ്ടത്. അതുകൊണ്ട് ഞാൻ ഇൻ മലയാളം എന്ന് പ്രോംപ്റ്റിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ റെയിൽവേയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇംഗ്ലീഷിന് പകരം ഇവിടെ മലയാളത്തിലാണ് ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഏതൊരു വിഷയത്തെ പറ്റിയും നമുക്ക് ഇൻഫർമേഷൻ ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ChatGPTയോ അല്ലെങ്കിൽ കോപൈലറ്റോ യൂസ് ചെയ്യാം. ഇനി അടുത്തതായി ഞാനിവിടെ ക്രിയേറ്റ് എ ബ്രൗസർ ഫോർ മൈ ഐസ്ക്രീം ഷോപ്പ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ എനിക്കൊരു ഐസ്ക്രീം ഷോപ്പുണ്ട്, അല്ലെങ്കിൽ ഏത് ഷോപ്പോ ആയിക്കൊള്ളട്ടെ, അവിടത്തേക്ക് നമുക്ക് ഒരു ബ്രൗസർ തയ്യാറാക്കണം. അതിന് വേണ്ട ഡീറ്റെയിൽസ് എനിക്ക് വേണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ChatGPTയുടെ അല്ലെങ്കിൽ ഈ കോപൈലറ്റിൻ്റെ സഹായത്തോടു കൂടി അതിലെ കണ്ടൻറ്റുകളും മറ്റും പിക്ചേഴ്സും ഒക്കെ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഞാനൊരു ബ്രൗസർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഈ സിസ്റ്റം അല്ലെങ്കിൽ ഈ കോപൈലറ്റ് ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് പോലെ
ഇതിനകത്ത് ഏതൊക്കെ പാർട്ട്, ഒരു ബ്രൗസറിൽ എന്തൊക്കെ പാർട്ട് ഉണ്ടാവണം, അവിടെ എവിടെയൊക്കെ എന്തൊക്കെ കൊടുക്കണമെന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ ലഭിച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ പ്രോംപ്റ്റിൽ ഞാനൊരു വേറൊരു ചേഞ്ച് ചെയ്യുന്നു. ഇനിയൊരു പിക്ചറാണ് എനിക്ക് വേണ്ടതെങ്കിൽ നമുക്കിവിടെ 3D റെൻഡർ എന്ന് പറയുന്ന ആ വേർഡ് പ്രോംപ്റ്റിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ മേക്ക് എ 3D റെൻഡർ ഇമേജ് ഫോർ ബർഗർ എക്സാമ്പിൾ കൊടുക്കുകയാണ്. എൻ്റെ ഒരു ബേക്കറിയിലേക്ക് ബർഗറിൻ്റെ കുറിച്ചുള്ള ഒരു പ്രത്യേക ഒരു ബ്രൗസർ തയ്യാറാക്കണം. അതിനൊരു പിക്ചർ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഒരു 3D റെൻഡർ ഇമേജിന് വേണ്ടി ഒരു എണ്ണം കൊടുത്താൽ അത് ഡിസ്പ്ലേ ഉണ്ട്. ഐ വിൽ ട്രൈ ടു ക്രിയേറ്റ് ദാറ്റ്. വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇമേജ്, ആ ബർഗറിൻ്റെ ഒരു പർട്ടിക്കുലർ ഇമേജ് നിർമ്മിക്കാനുള്ള ശ്രമം ആണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ മനോഹരമായ ബർഗറിന് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 4 പിക്ചറുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള പിക്ചർ നമുക്ക് സെലക്ട് ചെയ്യാം. ഇതിൽ നിന്ന് ഞാനൊരു പിക്ചർ സെലക്ട് ചെയ്യുന്നു. ഈ പിക്ചർ സെലക്ട് ചെയ്താൽ ഇതിനെ നമുക്ക് എഡിറ്റ് ചെയ്ത് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ കടയുടെ പേരോ അല്ലെങ്കിൽ കടയുടെ ലോഗോയോ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അതിനെ എഡിറ്റ് ചെയ്ത് മനോഹരമായ ഒരു പോസ്റ്ററാക്കി മാറ്റാൻ സാധിക്കും. ഇവിടെ എഡിറ്റിംഗ് ഡിസൈനർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. ഇത് തന്നെ ഈ പിക്ചറായിട്ട് വേണമെങ്കിൽ നമുക്ക് ഡൗൺലോഡ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഈ പിക്ചറിൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ എഡിറ്റിംഗ് ഡിസൈനർ എന്ന് പറയുന്ന ആ ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു പിക്ചർ എഡിറ്റർ ഇവിടെ ഓപ്പണായി വരും. അതുപോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്ത പിക്ചർ അവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ കുറേ സജഷൻസും ഉണ്ടാവും. എൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഈ ബർഗർ പല മോഡലിൽ ക്രിയേറ്റ് ചെയ്യാം, പല രീതിയിൽ നമുക്ക് പോസ്റ്റർ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഈ ബർഗറെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കുറച്ച് സാമ്പിൾ ഫോട്ടോസും നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിലായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് മെനൂസ് ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് എൻ്റർ ചെയ്യാനുണ്ടെങ്കിൽ അത് പല വലിപ്പത്തിലും സൈസിലുമുള്ള പല ഫോണ്ടുകളിലുള്ള ടെക്സ്റ്റുകൾ അവൈലബിൾ ആണ്. അതിൽ നിന്ന് ഏതെങ്കിലും സെലക്ട് ചെയ്ത് ആ ഒരു പിക്ചറിൻ്റെ ഭാഗത്തേക്ക് വെച്ചതിന് ശേഷം ആ ടെക്സ്റ്റ് നമുക്ക് എഡിറ്റ് ചെയ്യാം. ഞാനിവിടെ റോയൽ ബേക്കറിയിൽ നിന്ന് ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തു. അതിനെ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഡ്രാഗ് ചെയ്ത് ഏത് ഭാഗത്ത് ആണ് സെറ്റ് ചെയ്യേണ്ടത്, കുറച്ച് ഐഡിയ ഉള്ളവർക്ക് മനോഹരമായി അത് പോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ബ്രൗസർ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ പിക്ചറിൻ്റെ വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇമേജുകളുടെ വലിപ്പം അതൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയും അഡ്ജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ എന്താണ് നമുക്ക് വേണ്ടത്, ഏത് രീതിയിലുള്ള ഒരു ഔട്ട്പുട്ടാണ് വേണ്ടത്, അതനുസരിച്ച് നമുക്കിതിനെ എഡിറ്റ് ചെയ്യാം. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, ഇങ്ങനെയുള്ള ഒരു ബ്രൗസർ അല്ലെങ്കിൽ ഒരു പോസ്റ്റർ നമുക്ക് നിർമ്മിക്കാനുണ്ടെങ്കിൽ ഒരു ഏജൻസിയെ സമീപിച്ചാൽ അവർക്കവിടെ നമുക്ക് നല്ലൊരു എമൗണ്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ സമയം അനുസരിച്ചാണ് നമുക്കിത് കിട്ടുന്നത്. ഇതിവിടെ ആരുടെയും സഹായമില്ലാതെ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു ഡിസൈൻ ചെയ്യാനുള്ള കഴിവുണ്ട്. ഇത് വലിയ ഡിസൈനിങ് കഴിവൊന്നും ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇതിനകത്ത് പല വിധത്തിലുള്ള മേക്ക് ഓവറുകൾ ചെയ്തിട്ട് നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് നമുക്കിതിൻ്റെ മുകളിൽ ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ ഡൗൺലോഡ് ഭാഗത്തു നിന്നും ഈ ബ്രൗസർ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ചാറ്റ് GPT അപേക്ഷിച്ച് കോപൈലറ്റിൽ ഉള്ള അഡ്വാൻറ്റേജ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാത്തിനെക്കുറിച്ചും കൂടുതൽ ഇൻഫർമേഷൻസ് ഇന്ന് നമുക്ക് യൂട്യൂബിലായാലും അല്ലെങ്കിൽ ഗൂഗിളിലായാലും അവൈലബിൾ ആണ്. അതിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുക. എല്ലാം നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ ലഭ്യമായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ, ഈ ഡിജിറ്റൽ യുഗത്തിൽ നമുക്കൊന്നിനും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട കാര്യമില്ല. നമുക്ക് സ്വന്തമായി തന്നെ ഏത് ഇൻഫർമേഷനും അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള എന്ത് ഡേറ്റയും നമ്മുടെ വിലപ്പെട്ട സമയം മെനക്കെടുത്താതെ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള വിലയേറിയ ഇൻഫർമേഷൻസ് നൽകുന്ന ഒരു ആപ്ലിക്കേഷനാണ് ചാറ്റ് GPT എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റുകളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങളെ അറിയിക്കുക. ഇനി വീണ്ടും ഇതുപോലുള്ള നല്ല ഇൻഫർമേറ്റീവായിട്ടുള്ള പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം. താങ്ക്